സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് രാവിലെ 7 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. നമ്മുടെ ഒരു സുഹൃത്തല്ല, ഒരു കുടുംബത്തിലെ 2-3 സുഹൃത്തുക്കളുടെ ഒരു അമ്മയും അമ്മായിയമ്മയും ഒക്കെ ആയിട്ട് നമ്മളോട് വിട പറഞ്ഞു. അതിൻ്റെ ഒരു സംസ്കാര ചടങ്ങിന് പങ്കെടുക്കാനായിട്ട് രാവിലെ പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 4-5 മണിയായി നമ്മൾ തിരിച്ചു വന്നപ്പം. അപ്പോൾ അത് കാരണം ഇന്ന് വീഡിയോ ഒന്നും ഇടണ്ട. എന്നാലും നമ്മൾ ഇവിടെ വന്നിട്ട് ഈ പൊതുകാര്യങ്ങളിൽ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു മനസ്സമാധാനമില്ല. അപ്പോൾ ഇന്നത്തെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വലിയ പണ്ഡിതനൊന്നുമല്ല, എന്നാലും നമ്മൾ കേട്ടിട്ടുണ്ട് കൊച്ചിലേക്ക് യേശുക്രിസ്തു ഇങ്ങനെ പോകുമ്പം യേശുക്രിസ്തുവിനെ കാണാനായിട്ട് ഒരു മരത്തിൻ്റെ മുകളിൽ കയറി ഒരു മനുഷ്യൻ നിൽക്കുന്നു. ആ പുള്ളിക്കാരൻ യേശുക്രിസ്തുവിനെ ഒന്ന് കണ്ടാൽ മതി, അല്ലെങ്കിൽ അപ്പം യേശുക്രിസ്തു ഈ മനുഷ്യനെ കാണാൻ, അപ്പോൾ ഈ മരത്തിൻ്റെ മുകളിലിരിക്കുന്ന ആളിനെ കാണുന്നു, അദ്ദേഹത്തെ വിളിക്കുന്നു. ഈ വസ്ത്രത്തിലും തൊട്ടാലെങ്കിലും എനിക്കൊരു സൗഖ്യം കിട്ടും എന്ന് ഞാൻ ചുരുക്കി പറയാം അദ്ദേഹം വിചാരിക്കുന്നു. അങ്ങനെ സംഭവിക്കുന്നു. ഇന്നത്തെ കാലത്ത് തിരുമേനിമാരുടെ വസ്ത്രത്തെ തൊടാനൊന്നും നമുക്ക് അവകാശമില്ല. അപ്പം ഞാൻ പറയാൻ വരുന്നത്, നമ്മുടെ തൃശ്ശൂർ ജൂബിലി ഹോസ്പിറ്റലിനെയും വേറൊരു ഹോസ്പിറ്റലും അവിടുത്തെ ആൻഡ്രൂസ് താഴത്തോ അവിടെ ഈ നേഴ്സുമാരോട് സംസാരിക്കാൻ ഞാൻ താല്പര്യമില്ല. എന്നുവെച്ചാൽ അവർ വെറും 4ാം കടക്കാർ, അങ്ങനെയുള്ള ബിഷപ്പുമാർ. ആൻഡ്രൂസ് താഴത്ത് ഞാൻ ഈ മറുനാടൻ ഷാദിൻ്റെ ഒരു വീഡിയോ കേട്ടിട്ടാണ് ഇത് പറയുന്നത്. പുള്ളിയുടെ ഇത് ആൻഡ്രൂസ് താഴത്തിനെ പോലുള്ള അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളെ ബിഷപ്പെന്നല്ല, ഇയാളെയൊക്കെയാണ് സാക്ഷാൽ തെമ്മാടിക്കുഴിയിലാക്കേണ്ടത്. ഇവരോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ഇവരൊക്കെ ഏത് മണിമാളികളായിരിക്കും. ഇയാളാണ് ക്രിസ്തുവിൻ്റെ അനുയായി. ഈ പാവപ്പെട്ടവരോട് സംസാരിക്കാനും അവരെ കണ്ടറിയുന്നവരുമായിരുന്നു ക്രിസ്തു. ഇയാളെന്ന് തന്നെ നമ്മൾ വിളിക്കുന്നത്. ഈ നേഴ്സുമാരോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറയുന്ന, അല്ലെങ്കിൽ എന്നുവെച്ചാൽ നേഴ്സുമാർ വെറും നമ്മൾ ഒരു ഹിന്ദി പറഞ്ഞ കച്ചടകൾ, അല്ലെങ്കിൽ വെറും വേസ്റ്റ് ആക്കി സംസാരിക്കുന്ന ഈ ബിഷപ്പുമാരെയാണ് നമ്മൾ മാറ്റേണ്ടത്. ഇവരെ ഒന്നും നമ്മൾ വെച്ച് ഉറപ്പിക്കരുത്. ഇവരെയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ കായികമായിട്ടല്ല, നമ്മൾ മാനസികമായിട്ട് തന്നെ, അല്ലെങ്കിൽ ഇവരെ ചെറുത്ത് തോൽപ്പിക്കേണ്ട കടമ നമ്മുടെ തന്നെയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.